നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാലം കാത്തുവച്ച കർമ്മയോഗി, ദൈവം അവതാരം. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ് ഇതൊക്കെ കേട്ടിട്ട്. ആരെക്കുറിച്ചാന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണഭൂതൻ എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണഭൂതൻ അവർ തന്നെ പറഞ്ഞതാണ്, നമ്മളാരും പറഞ്ഞതല്ല. എന്നിട്ട് കാരണഭൂതൻ എന്ന് പറഞ്ഞതിന് CPM-ന്റെ യുവ നേതാവ് ജെയ്ക്സി തോമസ് ഒരു ചർച്ചയിൽ വന്നിരുന്ന് എന്തിന് മുഖ്യമന്ത്രിയെ കാരണഭൂതൻ എന്ന് വിളിച്ചു എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. അവർ തന്നെ തിരുവാതിരപ്പാട്ടിൽ എഴുതി പറഞ്ഞ് പാടി പുകഴ്ത്തിയതാണ്. അതെ. അപ്പോൾ ഈ ഇത്തരം ആരാധനകൾ, വ്യക്തിപൂജ ആരാധന, ഇതിനൊക്കെ എതിരെ കുറച്ച് നാൾ മുമ്പ് പാർട്ടി വലിയ പടവാൾ ഉയർത്തിയിരുന്നു. നമ്മുടെ പി ജയരാജന്റെ പി ജെ ആർമി അവരും ചില പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ജയ 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 ജയരാജ എന്നൊക്കെ പറഞ്ഞിട്ടേ മറ്റേ നമ്മുടെ ഈ ദേശീയഗാനത്തിന്റെ അതേ. മാത്രമല്ല നമ്മളൊരു ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ നേതാക്കന്മാരുടെ അവരുടെ മാത്രം ഈ പ്രത്യേക വലിയ ഈ പോസ്റ്റർ വെക്കില്ല, ഫ്ലക്സ് ഇല്ല. ഫ്ലക്സ് വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ വലിയ നേതാക്കന്മാരുടെ വലിയ പടം വെക്കുന്നു. വലിയ തല മറ്റു സംഘടനകളെ പോലെ വലിയ നേതാവിന്റെ പടം വലിയ തല, ബാക്കി ചെറിയ തല, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന പോലെ ആയിരിക്കും അല്ലേ. ഏറ്റവും വലിയ വ്യക്തിപൂജ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. ആരാന്നറിയൂ? പുരാണത്തില് ആരാണാവും? ആലോചിച്ച് നോക്കി. വ്യക്തിപൂജ എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ഹരമാണ്, വേറെ ആരുമല്ല, രാവണൻ. ജയ ജയ രാവണ ലങ്കാവതയെ എപ്പോഴും എല്ലാവരും ഇങ്ങനെ പാടിപ്പോഴ്ത്തിക്കൊണ്ടിരിക്കണം. അടുത്തയാളുണ്ട് ഹിരണ്യകശിപു എന്ന് പറയുന്ന കഥാപാത്രം, പ്രഹ്ലാദന്റെ അച്ഛൻ. ഓം ഹിരണ്യായ നമ എന്ന് പറയണമെന്നാണ് പുള്ളി പറഞ്ഞത്. ഞങ്ങൾ ആരെയും ഉപമിച്ചോ ചേർത്ത് വെച്ചോ പറഞ്ഞതല്ല, പുരാണത്തിലെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇന്ന് തിരുവനന്തപുരം നഗരത്തില് അടിയോടടി വീണ്ടും ഞങ്ങള് അതെ DGP ഓഫീസ് മാർച്ച് ഉണ്ടായിരുന്നു. DGP ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ വിവാഹ ചടങ്ങിന് ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. ഏതായാലും അവിടെ എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ എന്തായാലും ഇന്ന് മാറ്റിക്കൊള്ളുന്ന മർദ്ദനം ഏറ്റവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒട്ടും ശരിയല്ലാത്തൊരു നടപടിയാണ്. അല്ല, MLA-മാരെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രിവിലേജ് ഉള്ളവരാണ്. MLA-മാരും MP-മാരും ഒക്കെ തന്നെ. അങ്ങനെ ഒരാളിനൊക്കെ ഇത്തരത്തിൽ മർദ്ദിക്കുക, ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ മുകളിലാണ് അദ്ദേഹത്തിന്റെ റാങ്ക്. എത്രയോ മുകളിലാണ്, ജനപ്രതിനിധിയല്ലേ. എല്ലാം ഒരുതരം അഴിച്ചു വിട്ടതുപോലെ എന്തും ചെയ്യാം, ക്രമസമാധാനത്തിൽ ആർക്കും കയ്യിലെടുക്കാം, എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രതിഷേധങ്ങളെ ഇത്തരത്തിൽ അട്ടിച്ചമർത്തുന്നു, ക്രൂരമായി അട്ടിച്ചമർത്തുന്നു. ഇതൊന്നും നമ്മുടെ പ്രബുദ്ധ കേരളത്തിന് യോജിച്ച കാര്യങ്ങളല്ല. നവകേരള സദസ്സ് അത് നടന്നുകൊള്ളട്ടെ, എങ്ങനെയും പൊക്കോട്ടെ. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധക്കാരെയൊക്കെ തന്നെ ക്രൂരമായി ഇത്തരത്തിൽ വേട്ടയാടുന്ന ഒരു രീതി ഒരിക്കലും ആശാസ്യമല്ല, നമുക്ക് അംഗീകരിക്കാൻ. ദൈവത്തിന്റെ വരദാനം എന്നാണ്. ദൈവത്തിന്റെ വരദാനം. പക്ഷേ ഗോതമാഷ അതിന്റെ വിശദീകരണം തന്നിട്ടുണ്ട്, പക്ഷെ താത്വികമായി തന്നിട്ടുണ്ട്. താത്വികമാണ്, അതുകൊണ്ട് പെട്ടെന്ന് എനിക്കത് കാണാതെ അങ്ങോട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെ, വാസവൻ മിനിസ്റ്റർ അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മാഷ് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. വാസവൻ മിനിസ്റ്ററാണ് ഇത് പറഞ്ഞത്. എന്നിട്ട് അവസാനം അത് ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയാണ് ഇദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് പറഞ്ഞു. തിരുമേനി മരിച്ചു പോയല്ലേ, തിരുമേനിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഈ നേരത്തെ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൈവ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ പണ്ട് 1947 സെപ്റ്റംബറിൽ മറ്റാണ് നമ്മുടെ സാക്ഷാൽ C. കേശവൻ, നമ്മുടെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്ന, വളരെ സാമൂഹ്യ പരിഷ്കർത്താവൊക്കെ ആയിരുന്ന C. കേശവൻ, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അന്ന് കാൾ മാർക്സിന്റെ സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ തൊഴിലാളികൾക്ക് വേണ്ടി പ്രസംഗിച്ചപ്പോൾ ഭഗവാൻ കാൾ മാർക്സ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ രസകരമായ കാര്യം, C. കേശവനാകട്ടെ അദ്ദേഹം ഒരു യുക്തിവാദിയായ ആളായിരുന്നു, ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം ഒരു ആലങ്കാരികമായി പറഞ്ഞതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു 75-ാം വാർഷികം കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഹാഷിമൻ രാജൻ, അദ്ദേഹം നമ്മുടെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ വാർത്ത ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ചോദിച്ച ആ കാര്യം ഒന്ന് കൺഫേം ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ തീയതിയും കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് സംഭവം, ഈ ഭഗവാൻ കാൾ മാർക്സ് എന്ന് പറഞ്ഞ സന്ദർഭമൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ 2 പേര്, C. കേശവനും സഹോദരൻ അയ്യപ്പനും, ഇവർ 2 യുക്തിവാദികളായിരുന്നു. ഒരു വലിയ സന്യാസി വരനായ ഗുരുദേവൻ എന്നിട്ട് ഇവർ 2 ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർ 2 പേരും അദ്ദേഹത്തോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നിരിക്കാം. അത് തന്നെയായിരിക്കും അദ്ദേഹം അവരെ ഇഷ്ടപ്പെടാനുള്ള അംഗീകരിച്ച കാര്യം. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും സന്യാസിയുടെ ഒരു അനുയായി എന്ന് പറയുമ്പോൾ അയാൾ വലിയ വിശ്വാസിയായിരിക്കണം എന്നാണ് നമ്മുടെ ഒരു പൊതു സങ്കല്പം. പക്ഷേ ഭൗതികത സന്യാസത്തിലും കടന്നു വരാം. അതാണ് അതിനകത്തെ ഒരു ലോജിക്ക്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞതുപോലെ അദ്ദേഹം ഭഗവാൻ കാൾ മാർക്സ് എന്ന് പറഞ്ഞതുപോലെ ആണോ ഇനി ഇവിടുത്തെ നേതാക്കന്മാർ ഇനിയിപ്പോൾ ദൈവത്തിന്റെ വരദാനമോ ദൈവമെന്നോ അല്ലെങ്കിൽ കർമ്മയോഗി, കാലം കാത്തു സൂക്ഷിച്ച കർമ്മയോഗി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത്തരം ആരാധനാക്രമങ്ങൾ ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പറയുന്നതാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന് പണിയാവുകയുള്ളൂ.
മുഖ്യമന്ത്രിക്ക് പണിയാവുകയുള്ളൂ അതെ, ഇത്തരത്തിൽ. അതെ. അതായത് ഇദ്ദേഹം ഇങ്ങനെയാണ്, ഇദ്ദേഹത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹാസ്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള, സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പൊതു സേവന രംഗത്തെ ഒരു നേതാവായി വേണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട ആളുകളും മന്ത്രിമാരും ഒക്കെ വരേണ്ടത്. അല്ല, എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, പലപ്പോഴും ഈ സ്വാഗതം പറയാൻ വരുന്നവരൊക്കെ അമിതമായി ഇങ്ങനെ ചില ആളെ സ്വാഗതം നമുക്കറിയാമല്ലോ, നമ്മളതിനെ പറയണത് എന്താ മംഗളപത്ര സമർപ്പണം എന്നാണ്. അങ്ങനെ പറഞ്ഞു വിശേഷണങ്ങൾ കൊണ്ട് തീരില്ല. അത് തീരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇത്തരം സ്വാഗതം പറഞ്ഞ് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. ഇത് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടെ, അദ്ദേഹത്തിന്റെ ഇഷ്ടത്തോടെയാണോ ഇഷ്ടക്കേടോടെയാണോ ഇതൊക്കെ സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ നമ്മളിന്ന് ലൂസ് ടോക്കിൽ നമ്മൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു നീക്കമാണ്. നമ്മുടെ സംസ്ഥാന ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് അദ്ദേഹത്തെ മാറ്റണം എന്നാവശ്യം, തിരികെ വിളിക്കണം. അങ്ങനെയാണ് അതിൻ്റെ വാചകം, അങ്ങനെ അതിൻ്റെ കോൾ ബാക്ക് ആണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നു രാഷ്ട്രപതി. ഇനിയിപ്പോൾ രാഷ്ട്രപതി ആയിരിക്കും വിശദീകരണം ചോദിക്കുന്നത്. ഗവർണറോട് വിശദം ചോദിക്കണമല്ലോ. അല്ല, ഗവർണർ ചുമതല നിറവേറ്റുന്നില്ല, അതുപോലെ ക്രമസമാധാന നില, സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയ്ക്ക് കോട്ടമുണ്ടാക്കുന്നു, ഗവർണർ അൺപാർലമെൻ്ററി ആയിരിക്കുന്ന പദപ്രയോഗങ്ങൾ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അല്ല, അതിൽ നമുക്കൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ ബില്ലുകൾ പാസ്സാക്കുന്നില്ല എന്ന് പറയുന്നിടത്തെയാണ് ഈ PSC മെമ്പർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അന്ന് പല മന്ത്രിസഭാ തീരുമാനങ്ങളും അദ്ദേഹം അംഗീകരിക്കാത്തതിൻ്റെ കാരണം അതിൽ ചില ആളെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായും ബില്ലുകളെക്കുറിച്ചും ഗവർണർ വ്യക്തമായ രീതിയിൽ മറുപടി ചോദ്യം ചോദിച്ചിരുന്നത് ഇതൊക്കെ എന്താണെന്നുള്ളത് ഗവർണർക്ക് വിശദീകരിച്ച് കൊടുത്തിട്ട് ഒപ്പിടാൻ പറ്റും. ലോകത്ത് ആരുടെങ്കിലും മുമ്പേ കടലാസ് വെച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞാൽ അങ്ങനെ ഒപ്പിടും. അപ്പോൾ വായിച്ചത് മനസ്സിലാക്കി എന്താണെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹം നിയമോപദേശം തേടാം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം കോഴിക്കോട്ട് തെരുവിലിറങ്ങി അദ്ദേഹം നടന്നു ഒരു കുഴപ്പം സംഭവിച്ചില്ല. അവിടെ യാതൊരു സെക്യൂരിറ്റി ലാപ്സും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ തിരുവനന്തപുരത്തുള്ള കാലം സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തെ SFI പ്രവർത്തകരാണ് തടഞ്ഞു നിർത്തിയത്. അതെ, ഗ്ലാസിനിട്ട് ഇടിച്ചതും ബഹളം കൂട്ടിയതും മുദ്രാവാക്യം വിളിച്ചതും ഒക്കെ. അന്നേരമാണ് അദ്ദേഹം പുറത്തിറങ്ങി വന്ന് ബ്ലഡി റാസ്കൽസ്, ബ്ലഡി ഫൂൾസ് എന്നൊക്കെ പറഞ്ഞത്. ബ്ലഡി ഫൂൾസ് എന്ന് പറയുന്ന പദവും അല്ലെങ്കിൽ ഇത്തരം റാസ്കൽസ് എന്ന് പറയുന്ന പദവും ഒക്കെ അൺപാർലമെന്ററി ആണോ നമുക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പാർലമെന്ററി അൺപാർലമെന്ററി പദങ്ങൾക്ക് ഒരു പ്രോട്ടോകോൾ കാണും. തീർച്ചയായും ചില വാക്കുകൾക്ക് അതുണ്ട്. അത് നിയമവിധേയമായ കാര്യം. പക്ഷേ ഗവർണർ ചുമതല നിറവേറ്റുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിനെതിരെ ജനങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന ധ്വനി ഉണ്ടാക്കുന്ന രീതിയിൽ കത്തയച്ചതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. കത്തിൻ്റെ റിയാക്ഷൻസ്, അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്താകുമെന്നറിയില്ല. എന്തൊക്കെയായാലും അത് മുഖ്യമന്ത്രിക്കടക്കം അല്ലെങ്കിൽ സർക്കാരിനടക്കം തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ബൂമറാങ് ആവും, അയച്ചാർത്ഥം തിരിച്ചു വന്നു കൊള്ളും. അതിനാണ് സാധ്യത. കാരണം ഗവർണർക്ക് ഇതൊരു അവസരമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള എല്ലാ മാസവും ആഭ്യന്തര മന്ത്രാലയത്തിനൊക്കെ രാഷ്ട്രപതിക്കൊക്കെ തന്നെ ഗവർണർമാർ റിപ്പോർട്ട് അയക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ. ഒപ്പം അതിന് വളരെ വിശദമായിട്ട് തന്നെ അങ്ങോട്ട് അയക്കാം. വിശദീകരണം തേടുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വിശദമായ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു അധികാര പരിധി എന്താണെന്ന് വ്യക്തമായിട്ടില്ല മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെന്ന് തോന്നും ഇത്തരം പ്രവൃത്തികൾ കണ്ടാൽ. ഇതിന് ഒരു നിയമസ്ഥിതിയുണ്ട്. അത് ആ സ്ഥിതി അനുസരിച്ച് മാത്രമേ എന്തായാലും ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം രാഷ്ട്രപതിയുടെ നോമിനിയാണ് ഗവർണർ, രാഷ്ട്രപതി ഭവന്റെ നോമിനിയാണ് ഗവർണർ. അപ്പോൾ ഇനിയിപ്പോൾ സുപ്രീം കോടതി ആണെങ്കിൽ കൂടി രാഷ്ട്രപതി ഭവനെ മറികടക്കാൻ എന്തായാലും സാധിക്കില്ല. ആ രീതിയിലാണല്ലോ കാര്യങ്ങൾ. അതിന്റെ ആ ഒരു ക്രൈറ്റീരിയ അങ്ങനെ. ഈ ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രപതിയോട് മാത്രമാണ് അദ്ദേഹം ആൻസറബിൾ ആയി. അതെ, നമ്മൾ നമ്മുടെ എഡിറ്ററോടല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. അതൊരു ഒരു തത്വമാണത്. അതെ. ഇപ്പം ചേട്ടനായാലും ഞാനായാലും നമ്മൾ നമ്മുടെ എഡിറ്റർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ല, നമ്മുടെ കൂടെ ഇരിക്കുന്ന സ്റ്റാഫിനെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനപ്പുറത്തിരിക്കുന്ന മാനേജ്മെന്റിനെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ചെയർമാനെയോ ഡയറക്ടറെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവരൊക്കെ ഉയർന്ന പദവിയിലിരിക്കുന്നവരാണ്. എന്നാൽ പോലുമില്ല, ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിക്കോ സുപ്രീം കോടതിക്കോ ഒന്നുമല്ല, രാഷ്ട്രപതി ഭവനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. ബാക്കി തീരുമാനങ്ങൾ ഇപ്പോൾ ഈ കത്തയച്ചതിൻ്റെ ആണെങ്കിലും അല്ലെങ്കിലും ബാക്കി തീരുമാനങ്ങളൊക്കെ രാഷ്ട്രപതി ഭവനാകും കൈക്കൊള്ളുക. അതെ, അതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ അതിനൊരു സൂചനയുണ്ട്. എന്നാൽ പോലും അത് കൃത്യമായിട്ട് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. തീർച്ചയായും. മാത്രമല്ല, ഇപ്പോൾ ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിയമോപദേശം തേടാം. അദ്ദേഹത്തിന് അഭിഭാഷകരെ വിളിച്ച് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ഇതിൽ പറയേണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിയമോപദേശം തേടാം. അദ്ദേഹത്തിൻ്റെ ഭാഗം വ്യക്തമാക്കാം. ഒപ്പം കേരളത്തിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായൊരു ചിത്രം കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിയും. അതനുസരിച്ചുള്ള റിയാക്ഷൻസ് അവിടെ നിന്ന് ഉണ്ടാകുകയും ചെയ്യും. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങളെയും നാടിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അങ്ങും നിങ്ങോളം ഇതിനെക്കുറിച്ച് പരാതികളും വിമർശനങ്ങളും അല്ലാതെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ദേശാഭിമാനിയിൽ വന്നോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. ജനയുഗത്തിൽ പോലും വന്നിട്ടുണ്ടാവില്ല. അതെ. CPIയുടെ മുഖപത്രമായ ജനയുഗത്തിൽ പോലും വന്നിട്ടുണ്ടാവില്ല.
പരാതികളുടെ എണ്ണം പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില കണക്കുകൾ കാണാം. അത് എന്ത് പരിഹാരമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയെടുത്തു. ഇതിൻ്റെ ഓർഗനൈസേഷൻ മുതൽ, ഇത് പ്ലാൻ ചെയ്ത സമയം മുതൽ തന്നെ ഇങ്ങോട്ട് എല്ലാത്തിലും വലിയ തിരിച്ചടികളാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതിനിടയിലാണ് ഈ ഗവർണർ വിഷയം കൂടി ഉണ്ടാകുന്നത്. അത് കൂനിന്മേ കുരു പോലെ, ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സർക്കാർ സംവിധാനത്തിന് വന്ന് ഭവിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കി വെക്കുന്ന ഇത്രയും കോടികൾ, നമ്മുടെ മറിയക്കുട്ടിയുടെ കേസിൽ നവകേരള സദസ് നടത്താൻ പണമുണ്ടല്ലോ, ആ സ്ത്രീക്ക്, പാവം സ്ത്രീക്ക് കൊടുക്കാൻ പണമില്ല എന്ന് ഹൈക്കോടതി വിമർശിച്ചു. ആലോചിച്ച് നോക്കി. ഇത്രയും കോടി മുടക്കി ഇവിടെ ഈ വലിയ സദസ്സ് സംഘടിപ്പിക്കാൻ പണമുണ്ട്, അവരുടെ 3-4 മാസത്തെ ക്ഷേമ പെൻഷൻ അവരാണ് VIP എന്നാണ് പറഞ്ഞത് കോടതി. മറിയക്കുട്ടിയാണ് VIP, പ്രായമുള്ള സ്ത്രീ. അവര് സീനിയർ സിറ്റിസൺ ആണ്. അത്ര നമ്മുടെ പൊതുജനങ്ങൾ VIP-കളാണല്ലോ. നമ്മൾ പൗരപ്രമുഖന്മാരെ കൂട്ടത്തിൽ പെടില്ലല്ലോ. ഇല്ലില്ല. നമ്മൾ അന്നേ പറഞ്ഞു, ഇവിടെ സാധാരണക്കാരനാണ് VIP, ഇവിടെ കൂലിപ്പണിക്ക് പോകുന്നവനാണ് VIP, ഇവിടെ പശുവിനെ വളർത്തുന്നവനും കൃഷി നടത്തുന്നവരുമാണ് VIP, ഇവിടെ കല്ല് ചുമക്കുന്നവനാണ് VIP, ഇവിടെ ഈ കുടുംബശ്രീക്ക് പോയി കുടുംബം പുലർത്തുന്ന പാവപ്പെട്ട സ്ത്രീകളാണ് VIP-കൾ. യാതൊരു സംശയവും അതിനകത്തില്ല. ഇവിടെ ബിസിനസ് നടത്തുന്നവനും കോടാനുകൂടി പൈസയുള്ളവനും ഷോപ്പിംഗ് മാള് സ്വന്തമായുള്ളവനും അല്ലെങ്കിൽ വിദേശത്ത് ബിസിനസ് ഉള്ളവനും ഒന്നും അല്ല പൗരപ്രമുഖൻ. ഇവരാണ് പൗരപ്രമുഖർ. പാവം പിടിച്ച് പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവരും പാവപ്പെട്ട സ്ത്രീകളും പശുവിനെ വളർത്തുന്നവനും കൂലി വേലയ്ക്ക് പോകുന്നവനും പെയിൻറ്റിങ്ങിന് പോകുന്നവനും സാധാരണക്കാരനാണ്. അന്നന്നത്തെ അന്നത്തിന് പോകുന്നവനാണ് VIP. അന്നന്നത്തെ അന്നത്തിന് പോകുന്നവൻ തന്നെയാണ് പൗരപ്രമുഖൻ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അവരെ വിളിച്ച് വേണം നാടിന്റെ പ്രശ്നങ്ങൾ ചോദിക്കാൻ. നമ്മൾ കേരളം ഒരുപാട് കാര്യങ്ങൾ 1-ാം സ്ഥാനത്ത് ആണ് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് സ്വർണ്ണക്കടത്തിലും 1-ാം സ്ഥാനം കേരളത്തിലാണ്. അതെയല്ലോ, അതൊരു അത്ഭുതമായ ഒരു തീർച്ചയായിട്ടും. കരിപ്പൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരത്ത് പിന്നെയും കുറവാണെന്നാണ് കേൾക്കുന്നത്. കരിപ്പൂർ, നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് കേരളത്തിലേക്ക് വരുന്നത്. നമ്മുടെ സമ്പദ്ഘടനയെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള കടത്താണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അന്വേഷണ സംവിധാനങ്ങൾ പര്യാപ്തമല്ല എന്ന പരാതി കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. കുറേ എണ്ണം പിടിക്കപ്പെടുന്നുണ്ട്, കുറേ എണ്ണം രക്ഷപ്പെടുന്നുമുണ്ട്. തീർച്ചയായും ഈ ഒരു ഗവർണർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് കുറച്ച് അറിയാമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങേറ്റം പരിതാപകരമാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ. അതിനെക്കുറിച്ചൊക്കെ ഗവർണർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല എന്ന് പറയാൻ അതെന്താണ്? ഗവർണർക്ക് കേരളത്തിലെ ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാം, ഏത് വിഷയത്തിലും ഇടപെടാം. അതെ, സംസ്ഥാനത്തിൻ്റെ ഭരണാധിപനാണ്. മുൻപിരുന്ന ഗവർണർമാർ ഒന്നും മിണ്ടാതിരുന്നു എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇല്ല, നമ്മൾ അന്നത് പറഞ്ഞിരുന്നു അല്ലേ? തീർച്ചയായും. ചില പദവികൾ, ആ പദവിക്ക് അതിൻ്റെ അധികാരമുണ്ട്, അതിൻ്റെ ആ ഒരു വ്യക്തിത്വം അങ്ങനെയാണ് ആ പദവി എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനത്തിരിക്കുന്നവരുടെ കടമയാണ്. അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്നവർ ഒന്നും മിണ്ടാതെ പേനയും പിടിച്ച് എല്ലാം ഒപ്പിടാൻ വേണ്ടി ഇരുന്നു എന്ന് കരുതി, അതല്ല അതിൻ്റെ നയം. അത് സത്യമല്ലേ? മാത്രമല്ല, സർക്കാർ എനിക്കൊന്നും നേരിടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി. അടുത്ത മാസം നിയമസഭാ സമ്മേളനം, ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങുവാണ്. അപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറായി കൊടുക്കുന്നത് സർക്കാരാണല്ലോ. എഴുതിയങ്ങ് വായിക്കുക. സാധാരണ പലരും എഴുതി വായിക്കാറാണ് പതിവ്, കൊടുത്താൽ തിരിക്കാറില്ല. പക്ഷേ ഇത്തവണ ഒരു സർക്കാർ ഒരുപക്ഷെ വല്ലാത്ത പ്രസിദ്ധിയിലാവാനുള്ള സാധ്യത കളയാൻ കഴിയില്ല. ഗവർണർക്കെതിരെ പരാതിയും കൊടുത്ത് ഗവർണർ തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞിട്ട് ഇതേ ഗവർണറെ കൊണ്ട് എൻ്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാണല്ലോ അവിടെ നയപ്രഖ്യാപനം നടത്തുന്നത്. അതുപോലെ ആ ബില്ലിൽ ഒന്ന് ഗവർണറുടെ ചാൻസലർ സ്ഥാനം എടുത്തു കളയണം ബില്ലാണ്. അതായത് അദ്ദേഹത്തിട്ട് മാക്സിമം അടിയിൽ കൂടി പാര വെച്ചിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് വായിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇത് അദ്ദേഹം വായിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഗവർണറുടേതാണല്ലോ നയപ്രഖ്യാപന പ്രസംഗം. മൈ ഗവൺമെന്റ് എന്ന് അദ്ദേഹം പറയുന്നതല്ലോ. എപ്പോഴും സാധാരണ ചെയ്യാറുള്ള സർക്കാരിനാണ് ഇത് കൊടുക്കുന്നത്. അവരത് നോക്കി കറക്ഷൻ വരുത്തും. അതാണ് അവിടുത്തെ ഒരു രീതി. ഒരു തവണ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഈ ഭാഗം വായിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വായിച്ചു അല്ല ഒരു ഭാഗം. അതെ, അന്ന് അദ്ദേഹം ഭാഗം വായിക്കുമോ എന്ന് വലിയൊരു സംശയം ഉയർന്നിരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തത്. അതെ, മാത്രമല്ല ദേശാഭിമാനിക്കും ഒരു കഴിഞ്ഞ ദിവസം ഒരു വലിയ അക്കടി പറ്റിയത് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം അവർ കൊടുത്തിരുന്നു. നമ്മളൊക്കെ അത് വാർത്ത കൊടുത്തതാണ്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ടേമിനും കൂടെ ശ്രമിക്കുന്നു എന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കാലാവധി ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം സെപ്റ്റംബർ വരെ ഉണ്ട്, 2024 സെപ്റ്റംബർ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കാലാവധി ഉള്ളത് ഏപ്രിൽ മെയ് ആ സമയം മെയ്യിൽ ഇലക്ഷൻ വരേണ്ടതാണ്. അപ്പം അങ്ങനെ ആണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വരുമെന്നാണ് എൻ്റെ അർത്ഥം. അതൊരു സൂചനയാണ്. അങ്ങനെ സംഭവിച്ചാലല്ലേ സെപ്റ്റംബറിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും 5 വർഷം നീട്ടി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് ആരുടെയൊക്കെയോ ദേശാഭിമാനി തന്നെയുള്ള പ്രധാനപ്പെട്ട പദവിയിരിക്കുന്നവരടുത്ത് പാർട്ടി വിശദീകരണം ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണെന്ന് അറിയില്ല. എന്തായാലും അതിൽ അങ്ങനെ ഒരു അർത്ഥം എടുക്കാം. നമ്മൾ തന്നെ പത്രം ദേശാഭിമാനി വായിക്കുന്നതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ ഇനി അടുത്ത വർഷം ഈ സെപ്റ്റംബറിൽ ഇതിൻ്റെ കാലാവധി കഴിയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അന്ന് ഭരിക്കുന്നത് വീണ്ടും നരേന്ദ്രമോദി തന്നെ ആയിരിക്കുമോ, NDA ആയിരിക്കുമോ എന്ന് ആരും സംശയിക്കാം. അല്ലെങ്കിൽ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് പക്ഷത്തേക്ക് ചേക്കേറണം. അങ്ങനെയാണെങ്കിൽ സാധ്യതയുണ്ട്. മാറിയാൽ അദ്ദേഹം
പാർട്ടി മാറി കോൺഗ്രസിന്റെ ആളായി വന്നാൽ ഇന്ത്യ മുന്നണി എങ്ങാനും ഭരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയേക്കും. പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇന്ത്യ മുന്നണി ഭരിക്കുക എന്നുള്ളത് തൽക്കാലം ഏതായാലും നമുക്ക് പറയാമല്ലോ. ഞാനൊന്ന് ആഗ്രഹിച്ചോട്ടെ ചേട്ടാ. ആഗ്രഹത്തിനാരും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. വേണ്ട, അങ്ങനെ പറയുന്നതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ഈ സ്ഥാനാർത്ഥികളൊക്കെ ജയിക്കും ചോദിക്കുമ്പോഴേ അവസാന നിമിഷം വരെയും പറയുന്നത് ഇത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നല്ലേ പറയുന്നത്. അവസാനം തോറ്റ് കഴിയുമ്പോഴത്തേക്കും ജനവിധി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വളരെ സിമ്പിൾ. ഞാനും അങ്ങനെ പറഞ്ഞോളാം. കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് നമ്മുടെ ഖാർഗെ പ്രധാനമന്ത്രി ആക്കണമെന്ന് വരെ അവിടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഖാർഗെജി പ്രധാനമന്ത്രി ആകട്ടെ ഏതായാലും. അതെ. എന്തായാലും നമുക്ക് ഭൂരിപക്ഷം അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരള സർക്കാർ പെട്ടു. ഇനി ഭരണം സമരം ഒരുമിച്ച് നടത്താൻ പറ്റില്ലല്ലോ. അതില്ല, സ്വന്തം മുന്നണി ആയിരിക്കുമല്ലോ അവിടെ ഭരിക്കുന്നത്. അതെ. പിന്നെ അവർ ചെയ്യുന്നതൊക്കെ ശരി, അത് അങ്ങ് അംഗീകരിക്കാനേ പറ്റും. അത്രേ ഉള്ളൂ. ഈ ഗവർണറുമായിട്ട് എപ്പോഴും ഒരു നയപരമായ ഇടപെടലാണ് ഒരു സർക്കാർ നടത്തേണ്ടത്. നമ്മളിത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ ഈ ഇത്തരത്തിൽ ഇതിനെ വലിയൊരു പ്രശ്നമാക്കി കൊച്ചുകുട്ടികൾ പോലും, അതായത് ഈ SFI എന്ന് പറയുന്ന ഇവരുടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അവരുടെ കുട്ടികൾ പോലും യാതൊരു നിലവാരവുമില്ലാതെ അവരെയൊക്കെ അങ്ങ് പുകഴ്ത്തി അഭിനന്ദിക്കുകയാണ്. SFIക്കാർ ഭാവി വാഗ്ദാനങ്ങളാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം, സമ്പൂർണ്ണമായി അഭിനന്ദിച്ചുകൊണ്ട് SFI വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് മുഷ്ടിയുരുട്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടൊക്കെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ സംസാരിക്കുന്നത്. അവരെയൊക്കെ നേർവഴിക്ക് നടത്താനുള്ള ഉത്തരവാദിത്തം കൂടി സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. അതൊന്നും ചെയ്യാതെ ഇവർ ഈ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ, ഇത് കോപ്രായങ്ങളാണ്, സമരാഭാസങ്ങളാണെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. വിദ്യാർത്ഥികൾ ഇങ്ങനെയൊന്നും അല്ല പ്രതിഷേധം അറിയിക്കേണ്ടത്. അവർക്ക് മാന്യമായി പ്രതിഷേധിക്കാം, മാന്യമായി പ്രതിഷേധം അറിയിക്കാം. പ്രതിഷേധിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് തെറ്റൊന്നുമല്ല, ഭരണഘടന അനുവാദമുണ്ട്. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ രീതിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 കൈ കൊണ്ടും വാരിയെടുത്ത് വായിലേക്ക് കുത്തിക്കയറ്റാം. കുറേശ്ശെയായി കറികളൊക്കെ കൂട്ടി കുറേശ്ശെ കഴിക്കാം. ഏതാണ് രീതി, ഏതാണ് നല്ലത്, അത്രയും മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ സമരാഭാസങ്ങളൊക്കെ അതാണ് കാണിക്കുന്നത്. അതിൻ്റെ അങ്ങേയറ്റത്തെത്തിയിരിക്കുകയാണ്. അതിനിപ്പം അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളത് അറിയില്ല. നമ്മളെ വിദ്യാഭ്യാസ രീതി, സംസ്കാരമൊക്കെ തന്നെ മാറിയിരിക്കുന്നു. മാത്രമല്ല, ഇപ്പം തന്നെ ഈ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യ മുന്നണിയുടെ BJPയുടെ ഒക്കെ യുവജന പ്രസ്ഥാനം തമ്മിൽ തെരുവ് യുദ്ധമാണ് ശരിക്കും പല ദിവസങ്ങൾ നടക്കുന്നത്. ഈ ബന്ധപ്പെട്ട് ഇത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്കത് ശരിയായിരിക്കാം, എതിരാളികളെ നേരിടുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് പൊതുജനം ആ മേഖല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ ഒരു യാത്ര കടന്നു പോകുന്ന മേഖലയിലുള്ള സാധാരണക്കാര ജനങ്ങൾ വല്ലാതെ അവർ നട്ടത്തിരിയും. ഒരു അത്യാവശ്യം ഒരു ആശുപത്രി പോകണമെങ്കിൽ ഏത് പ്രദേശവും എപ്പോൾ വേണമെങ്കിലും സംഘർഷഭരിതമാകാം എന്ന അവസ്ഥയായിരുന്നു. ഇത് കടന്നു വന്ന വഴികളിലെല്ലാം അങ്ങനെയായിരുന്നു. ഇനിയിപ്പം തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയപ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താകും അവസ്ഥ, നഗരപ്രദേശങ്ങളിൽ എന്താകും അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കിയിരിക്കാനേ പറ്റൂ. എന്താകും ഇവിടെ ജലബീരങ്കിയും ലാത്തിയും കൊണ്ട് സമ്മേളനങ്ങളാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ. സമാധാന നില, ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്കൊരു ജീവിക്കാൻ നിർത്തിയില്ലാത്ത അവസ്ഥയാണ്. പണ്ട് മുതലേ സെക്രട്ടേറിയറ്റ് മാർച്ച്, രാജ്ഭവൻ മാർച്ച്, AG's ഓഫീസ്, നിയമസഭാ മാർച്ച്, AG's ഓഫീസ് മാർച്ച്, GPO മാർച്ച്, ഏത് മാർച്ച് വന്നാലും നമ്മൾ പെരുവഴിയിലാണ്. അത് തന്നെ. കാരണം എല്ലാത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ്, പ്രധാനപ്പെട്ട ഓഫീസുകൾ ഇവിടെയാണ്. ഒരു പരിമിതമായ സ്ഥലത്തിനകത്താണ് ഇതെല്ലാം ഇരിക്കുന്നതാനും. അപ്പോൾ ആ പ്രദേശത്തൂടെ മനുഷ്യന് പോകാൻ പറ്റില്ല. ജനറൽ ആശുപത്രിയിലേക്കൊക്കെ ഇതിൻ്റെ മുന്നിൽ കൂടാണ് പോകേണ്ടത്. ഒരു മനുഷ്യന് വയ്യാതായി കഴിഞ്ഞാൽ എത്താൻ പറ്റത്തില്ല. മെഡിക്കൽ കോളേജിലേക്കും ഈ പ്രദേശത്തുകൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത്. എത്താൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ തിരുവനന്തപുരം നഗരവാസികൾ നേരിടുന്ന വലിയ പ്രശ്നം. അതുപോട്ടെ, അത് നഗരവാസികളുടെ പ്രശ്നമാണെന്ന് കൂട്ടാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനത്തിന് ഈ വിധം പാടെ തകർന്നിരിക്കുന്നത് എന്ത്? ഒരു പ്രദേശം മാത്രമല്ലല്ലോ, എല്ലാ പ്രദേശങ്ങളിലും ഇത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവിക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ഗവർണർ തീർച്ചയായിട്ടും ഗവർണർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതേക്കുറിച്ചൊക്കെ പരാമർശം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തീർച്ചയായിട്ടും ഇത് പരാമർശിക്കും. അതിൻ്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് നിയമപരമായി, ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമോപദേശം തേടിക്കൊണ്ട് നിയമ സംവിധാനത്തിന് കീഴിൽ നിന്നുകൊണ്ടായിരിക്കും ഇതോടൊക്കെ ഗവർണർ പ്രതികരിക്കുക അല്ലെങ്കിൽ വിശദീകരണം കൊടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിൻ്റെ വിശദവിവരങ്ങൾ അറിയാൻ സാധിക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ പല വിഷയങ്ങളിലും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായി. അപ്പം ഇത്തരത്തിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് അങ്ങ് നിങ്ങോളം കേരളത്തിലെ പ്രധാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് പേര് ഈ രീതിയിൽ റാലികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും CPM-കാർ തന്നെ എത്രയോ പേര്. എന്തിനാ, നമ്മുടെ ജനകീയ പ്രതിരോധ യാത്രയുണ്ടായിരുന്നല്ലോ ഗോവിന്ദ മാഷിന്റെ, വല്ല പ്രശ്നം ഉണ്ടായോ? ഇല്ല. പക്ഷേ ഇത്തരത്തിലൊരു ആശയം നടപ്പിലാക്കുമ്പോൾ അങ്ങ് നിങ്ങോളം കോടതിയുടെയും ജനങ്ങളുടെയും ഒക്കെ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വന്നിട്ട് ഇത് വിജയമായി എന്ന് അവസാനം വട്ടിയൂർക്കാവിൽ പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാം. അല്ല, കേൾക്കേണ്ടി വരും. തീർച്ചയായും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും ഞാൻ ചെയ്തത് ശരിയാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ലൈൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ്. പണ്ടത്തെ നേതാക്കന്മാർ പലരും
പിന്നെ പരാജയം സമ്മതിക്കാറുണ്ട്, കുറ്റം സമ്മതിക്കും. ഇത് എൻ്റെ ഒരു അബദ്ധം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ കൈവത്തം ഇതും പറയുന്നുണ്ട്, പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. പറ്റിപ്പോയി. അത് കോടതിയായതുകൊണ്ടാണ്. കോടതിയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ ന്യായീകരണവും വിളിച്ചതും പിള്ളേരെ വെയിലത്ത് നിർത്തിയതിനും എല്ലാത്തിനും കോടതി വിശദീകരണം എല്ലാത്തിനും പറ്റിപ്പോയി എന്നാണ്. സോറി ഇറ്റ് ഹാപ്പൻസ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഈ ലേഡി മാക്ബത്ത് പറഞ്ഞതുപോലെ വാട്ട് ഈസ് ഡൺ കനോട്ട് ബി അൺഡൺ. ചെയ്തു പോയി. ഇനിയിപ്പോൾ വേറെ വഴി. ലേഡി മാക്ബത്തിന്റെ വാക്കുകൾ തന്നെയായിരിക്കും നമ്മളെ നേതാക്കളെല്ലാം കടമെടുത്ത് മിക്കവാറും പറയാൻ സാധ്യതയുള്ളത്. അത് അപ്പോൾ എന്തായാലും ഇതൊരു പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഈ ഇത്തരത്തിലുള്ള ഒരു ഗവർണർ സർക്കാർ ബന്ധം വഷളായതിനെ തുടർന്ന് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ കേട്ടിട്ടില്ലാത്ത ആദ്യമായിട്ടായിരിക്കാനാണ് സാധ്യത. നമുക്കറിയില്ല. എന്തായാലും അത് ഏതായാലും അത് നമ്മുടെ പൊതുജീവിതത്തെ, നമ്മുടെ സാമൂഹ്യ അവസ്ഥയെ, നമ്മുടെ ജനങ്ങളുടെ സാമൂഹ്യ അവസ്ഥയെ കാര്യമായി ബാധിക്കും. മാത്രമല്ല ഇതൊരു ഭരണവിരുദ്ധ വികാരം തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു വേള തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ സാധിച്ചേക്കും, എന്നാൽ പോലും ഒരു ജനവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഇത്തരം സംഭവവികാസങ്ങൾ മാറാൻ അധിക കാലം വേണ്ടി വരില്ല. കാരണം പണ്ടത്തെ പോലല്ല, യുവാക്കൾ, ടെക്കികൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുണ്ട്. നല്ല ശാസ്ത്രീയ സാങ്കേതിക ജ്ഞാനമുള്ള ഒരു യുവജനത വളർന്നു വരുന്നുണ്ട്. അവർ ഇത്തരത്തിൽ രാഷ്ട്രീയ ആഭാസങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവരോ അത് പറഞ്ഞത് അതേപടി വിശ്വസിക്കുന്നവരോ ഒന്നുമല്ല. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ അന്നേരം പോയി ഗൂഗിൾ ചെയ്ത് അതിൻ്റെ വിക്കിപീഡിയയിൽ തപ്പി അതിൻ്റെ സകല ഡീറ്റെയിൽസും എടുത്ത് സത്യമാണോ എന്ന് പറഞ്ഞ് അത് പരിശോധിക്കുകയും ട്രോളിറക്കുകയും അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണിത്. അങ്ങനെ എല്ലാവരെയും ഒന്നും എല്ലാ പ്രാവശ്യവും അങ്ങനെ എന്താണ് ഇതിലേക്ക് പെടുത്താൻ പറ്റില്ല. പിന്നെ ഗവർണർ മര്യാദയ്ക്ക് സംസ്കാരത്തോടെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് ശിവൻകുട്ടി മന്ത്രിയുടെ ഒരു പോസ്റ്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞത് കണ്ടു. അന്നേരം ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന വ്യക്തി ബെഞ്ചിന്റെ മുകളിൽ മുണ്ടും മടക്കി കുത്തി ശിവൻകുട്ടി നിൽക്കുന്ന ഒരു പടം സഹിതം ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു. അതായത് അവനവനാദ്യം പഠിക്കുക, അത് കഴിഞ്ഞ് പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാം. എന്തായാലും ഇതൊരു വളരെ കേരള രാഷ്ട്രീയത്തിലെ ഒരു വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് മാസങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനിയുണ്ടാവുന്ന ഈ ദിവസങ്ങളുണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഏറെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ച് പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്കും നോക്കാം എന്താണ് സംഭവിക്കുക. നമസ്കാരം.